ജിജോൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ബലി കഴിച്ചുകൊണ്ട് അപ്പനെ അമ്മനെ നോക്കി വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാം. ആ സമയത്തല്ലേ ഈ ഒരു ഇത് ജിജോൻ്റെ മനസ്സിൽ വരുന്നത് അല്ലേ? അത്രയുള്ളൂ. പണ്ട് പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല. ദൈവം മറക്കില്ല. ഞാൻ പല പ്രാവശ്യം ജിജോനോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ദൈവാനുഗ്രഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ തലമുറ ഇങ്ങനെയല്ല. ഒരു സീരിയലൊക്കെ പിടിച്ചു പിന്നെ അല്ല, അത് ആ ഒരു കഥയിലേക്ക് വരണമല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് അരവിന്ദേട്ടനൻ, സാജു കുടിയൻ എന്ന് വേണ്ട കുറെ അന്നത്തെ കോമഡി താരങ്ങൾ വെച്ചിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് അരവിന്ദേട്ടൻ, മച്ചാൻ വർഗീസ്, സാജു കുടിയൻ, പിന്നെ അൻസിൽ ഇങ്ങനെ അന്നത്തെ ഒരു മിമിക്രി താരങ്ങൾ. അതെ. അപ്പം അങ്ങനെ വെച്ച് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചെയ്തു. ഒരു 1.25 മണിക്കൂർ ടി വി സിനിമ. 1.25 മണിക്കൂർ ഇന്നത്തെ ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് ചീറ്റിപ്പോയി. പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോവാണ്. ഗൾഫിൽ പോയിട്ടും അതായത് ആ മനസ്സിൽ ഇത് അല്ല, ഗൾഫിൽ പോയി. പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച്. കാരണം ഇതൊന്നും നടപടിയാവുന്ന കേസല്ല. ഇപ്പം തന്നെ ഈ ഉള്ള കല്യാണം കഴിച്ചിട്ടാണോ പോയത്? അല്ലല്ല, കല്യാണം കഴിഞ്ഞതിന് മുമ്പ്. ഓക്കെ. അത് കാരണം എന്തല്ലേ, നമ്മൾ ഈ സീരിയൽ ഇത് പിടിക്കുമ്പോൾ കൈരളി ചാനലെന്ന് വന്ന് 7 ലക്ഷത്തിന് അവർ ഔട്ട്റേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. എത്ര പൈസ ചിലവായി? 5 ലക്ഷം. 2 ലക്ഷം ലാഭം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഡയറക്ടർ വന്നിട്ട് പറയേ, ഡയറക്ടറും പിന്നെ അതിൻ്റെ കൂടെയുള്ള കുറച്ച് ചിങ്കിടികൾ ഇവർ പറഞ്ഞ് നമുക്കത് 7 കൊടുക്കണ്ട 20 ലക്ഷത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓഹ്, എൻ്റെ ദൈവമേ, നശിപ്പിച്ച്. അല്ല, സൂര്യയിൽ 20 ലക്ഷം, ഏഷ്യാനെറ്റ് പേരുമായിട്ട് വീണ്ടും 20 ലക്ഷം, പിന്നെ കൈരളിൽ പേരുമായിട്ട് വീണ്ടും 20 ലക്ഷം, അങ്ങനെ 60 ലക്ഷം. അപ്പോൾ അടുത്ത പടം എടുക്കുക, നീ തന്നെ നായകൻ. ഓ, അരവിന്ദേട്ടൻ നമ്മളെ കനിഞ്ഞില്ലെങ്കിലും നമ്മളായിട്ടൊരു നായകൻ. നമ്മളെ ഇതിനകത്ത് ലാഭം കിട്ടി, പൈസ പൊളിച്ച് അങ്ങനെ സംഭവം എടുത്തു. നമ്മൾ എടുത്തല്ല, ഇതൊക്കെ ചെയ്ത് സെറ്റായി. സംഭവം കൊടുത്തില്ല. കാരണം 20 ലക്ഷത്തിന് കിട്ടണത് നോക്കി. അങ്ങനെ 7 ലക്ഷത്തിന് നമുക്ക് കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞ അത് പോട്ടേക്ക് നമുക്ക് ഏഷ്യാനെറ്റിൽ 20 ലക്ഷത്തിന് കൊടുക്കാം. എന്തിനു പറഞ്ഞാൽ ഇങ്ങനെ തട്ടി ഈ സാധനം എൻ്റെ ഇരുന്ന് പെട്ടിയിലായി. അങ്ങനെ ഞാനൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ കൈരളിയിൽ പറഞ്ഞ ആളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആൾ പറയുക, ഇപ്പം അതിന് മാർക്കറ്റൊക്കെ പോയില്ലേ, ഒരു കാര്യം ചെയ്യാം, ഒരു 1.5 ലക്ഷം 1.25 ലക്ഷം രൂപ വരാം. ഏത് ഈ 7 ലക്ഷം പറഞ്ഞ സാധനം പകുതി പോലും പറഞ്ഞില്ല. അപ്പോൾ അത് വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം 7 ലക്ഷം പറഞ്ഞത് 1.25 ലക്ഷം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഞാൻ ചെന്ന്, അതേ മറ്റേ 1.25 ലക്ഷം രൂപ തരുമോ സാധനം തരാം. പക്ഷേ അപ്പോൾ അവർക്ക് വേണ്ട അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞ്. അവരാണ് അത് അഭിനയിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ ഔട്ടായി പോയില്ലേ. ഇപ്പോൾ അങ്ങനെ സാധനം പെട്ടിൽ വീടിൻ്റെ മുകളിലിരിക്കണ്ടായി. പിന്നെന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ കാസറ്റ്, അത് ഇത് ഡി വി ഡി ആവില്ല, ഒരു ബീറ്റ കാസ്റ്റായിരുന്നു. അതുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് പൈസ നോക്കണ്ട. നോക്കിയിട്ട് പുറത്തിറങ്ങിയാൽ പൈസ നോക്കണം. അല്ല, ഇത് നോക്കുമ്പോൾ തോന്നും നമുക്ക് ഇത് കൊണ്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ കൊണ്ട് ചെന്ന് ആൾക്കാരെ കൊണ്ട് കാണിക്കുക. അപ്പോൾ ഇതിനുവേണ്ടി എറണാകുളത്ത് പോവുക. അപ്പോൾ വീണ്ടും പൈസ നോക്കും. പക്ഷേ പരിപാടി ഒന്നും ആവണില്ല. അങ്ങനെ ഞാൻ വീടിൻ്റെ മുകളിലെടുത്തിട്ട് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കും. ഇപ്പം ചതിൽ പിടിച്ച് പോയി. ആ സാധനം ഓക്കെ പോയി. ഇപ്പോൾ സ്വസ്ഥ, ഒരു കുഴപ്പമില്ല. ഇപ്പം 5 ലക്ഷം ചതിൽ തിന്നു. പക്ഷേ അതിൽ സങ്കടമുണ്ടോ? അതിൽ സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ അന്നത്തെ നമ്മളെ അറിവില്ലായ്മയാണ് അങ്ങനെ പറ്റിയത്. പക്ഷെ സങ്കടം ഉണ്ടായത് വീട്ടുകാർക്കല്ല, നമുക്ക് സങ്കടം ഉണ്ടല്ലോ. അല്ല, ജിജോന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, സംഗതി നഷ്ടപ്പെട്ടു പോയി, ഇത് രക്ഷയില്ലാണ്ട് വന്നില്ലേ. പിന്നെ ഏണിങ്സ് ഉണ്ട് യൂട്യൂബ് ചാനലായാലും എല്ലാം. അപ്പം അമ്മച്ചിനോട് പറയുമ്പോഴേ അമ്മച്ചിക്ക് ഓർമ്മകളില്ലല്ലോ. ഇല്ല. അപ്പച്ചനാണെങ്കിൽ ഓർമ്മയില്ല. ഇപ്പം ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം അല്ല അല്ലേ? പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഇന്ന് ഈ ലെവലിലെത്തി, കുറെ പൈസ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ, പക്ഷെ എനിക്ക് അതിൽ നിന്നും ഇപ്പം നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കുഴപ്പമില്ലാത്ത വിധത്തിൽ ഞാനിത് അത് എന്നുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് അവർ തന്നെയാണ്. അതെ. അന്ന് നമ്മൾ ഇതിൻ്റെ പിന്നാലെ കുറേ നടന്നു. പക്ഷെ അന്ന് ഒന്നും ആയില്ല. ഞാൻ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ നിർത്തി അപ്പനമ്മനെയും നോക്കാനായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇരിക്കും സാഹചര്യം. ഞാൻ ജിജോനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ജിജോ ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാതാപിതാക്കളെ മറ്റേ ഇതിലൊക്കെ കൊണ്ടുപോയി ആക്കി സ്വസ്ഥമായിട്ട് പിള്ളേർ അടിച്ചു പൊളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ജിജോൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ബലി കഴിച്ചുകൊണ്ട്
അപ്പനെ അമ്മനെ നോക്കി വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാം. ആ സമയത്തല്ലേ ഈ ഒരു ഇത് ജിജോന്റെ മനസ്സിൽ വരുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. പണ്ട് പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കൂല. ദൈവം മറക്കില്ല. ഞാൻ പല പ്രാവശ്യം ജിജോനോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ദൈവാനുഗ്രഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ തലമുറ ഇങ്ങനെയല്ല, അതുകൊണ്ട് ഒരു ഗുണമാണ് ഈ കിട്ടിയിരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും.